പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചനവുമായിട്ട് പഠനവുമായിട്ട് ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ ദാസനും എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹം ചെയ്യുന്നു. ഇന്നത്തെ ഈ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് ക്ലാസ് എടുക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോർജ് വർഗീസ് ഓർത്ത് ഈ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട് നാം എല്ലാവർക്കും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇന്നത്തെ ക്ലാസ് ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു അനുഗ്രഹമായി തീരണം. ഇത് പിന്നീട് കേൾക്കുന്നവർക്കെല്ലാം ഒരു അനുഗ്രഹമായി തീരേണ്ടതിന് നാം എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. കരുണയുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ സ്നേഹിക്കുന്ന അപ്പച്ചന്റെ പാതവീഴ്ത്തി ഒരു ദിവസം കൂടി വരുവാൻ തക്കവണ്ണം ഞങ്ങളെ ആരോഗ്യത്തോടെ ഐശ്വര്യ കൂട്ടി വെക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് തിരുവചന പഠനത്തിനായി കർത്താവ് ഒരു ദിവസം കൂടി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ. കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് സ്തോത്രം, കടന്നു വരുന്ന എല്ലാവർക്കുമായിട്ട് സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. കണ്ടക്ട് ചെയ്യുന്ന ഹല്ലേലൂയ കർത്താവേ, ദേവദാസനായിട്ട് സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. പഠിപ്പിക്കുന്ന കർത്താവ് ജോർജ് വർഗീസ് പാസ്റ്റർക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചക്കാലങ്ങളിൽ കർത്താവ് വേദപുസ്തക വ്യാഖ്യാനത്തെ കുറിച്ച് ഞങ്ങൾക്ക് ഹല്ലേലൂയ തിരുവചനത്തിന്റെ ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ അടിസ്ഥാനത്തിൽ ഞങ്ങളെ നന്നായി ഹല്ലേലൂയ ഗ്രഹിപ്പിക്കാൻ തക്കവണ്ണം ദൈവദാസനെ കൂടി കർത്താവിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതിനാണ് സ്തോത്രം കർത്താവ്. ഇന്നത്തെ തിരുവചന പഠത്തെ ഈ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരണം കർത്താവ്. നന്നായി ഗ്രഹിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം കർത്താവ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ എല്ലാവരും കൂടി ഇരിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഹാലിയ മർമ്മത്തെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം നിന്റെ ദാസനെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലിയ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി വെച്ച യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. താങ്ക് യു. ദൈവം സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ റവറൻഡ് ഡോക്ടർ ജോർജ് വർഗീസിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. കേൾക്കാമോ ഞാൻ പറയുന്നത്? കേൾക്കാം പാസ്റ്റർ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ ഇതിനായിട്ട് വേദി ഒരുക്കിയ പാസ്റ്റർ ലാലു ജേക്കബ് പാസ്റ്ററിനും അതുപോലെ തന്നെ പാസ്റ്റർ ഷാജി ഡാനിയൽ എന്നിത്യാദി ദേവദാസന്മാർക്കും അതുപോലെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ദേവദാസന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇതിൻ്റെ ഹെർമന്യൂട്ടിക്സിൻ്റെ 6ാമത്തെ സെഷനാണ്. നേരത്തെ ഇവാഞ്ചലിസത്തെ കുറിച്ച് ഇരിക്കുകയായിരുന്നല്ലോ. ഇനിയും ഇന്നത്തെ ക്ലാസ് ഉൾപ്പെടെ 3 ക്ലാസ്സുകളിലൂടെ അവശേഷിക്കുന്നുണ്ട്. കർത്താവ് വരുവാൻ താമസിച്ചാൽ അത് നമുക്ക് വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്താം എന്ന് വിശ്വസിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ കേൾക്കുന്നതായ കാര്യങ്ങൾ പുതുമയുള്ളതായിട്ട് ചിലപ്പോൾ തോന്നും. നേരത്തെ നിങ്ങളുടെ ആശയങ്ങളുമായിട്ട് വിയോജിപ്പ് ഉണ്ടായിരിക്കാം. വിയോജിക്കുന്നതിന് കുഴപ്പമില്ല, നല്ല രീതിയിൽ വിയോജിക്കുകയാണെങ്കിൽ. കാരണം ഈ സൂക്ഷ്മമായിട്ട് വചനത്തിൽ അത് തന്നെയാണോ പറഞ്ഞിരിക്കുന്നതെന്ന് ശോധന ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം വേദപുസ്തക വ്യാഖ്യാനത്തിൽ. നമുക്ക് തുടർന്ന് ചിന്തിക്കാം. ഓക്കെ, യേശു എങ്ങനെയാണ് പഴയ നിയമം വ്യാഖ്യാനിച്ചത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. പ്രധാനമായിട്ട് ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 19 വരെ അതിൻ്റെ പാരലായിട്ട് അത് കോട്ട് ചെയ്തിരിക്കുന്ന യെശയ്യാ പ്രവചനം 61-ന്റെ 1 മുതൽ 3 വരെയാണ്. അവൻ വളർന്ന നസ്രയത്തിൽ വന്നു, ശബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ അഥവാ സിനഗോഗിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി. ഇവിടെ 16-ാം വാക്യത്തിൽ അത് മലയാള ഭാഷാന്തരം ചെയ്തിട്ട് സോ അല്ലെങ്കിൽ അതുകൊണ്ട് എന്ന പദം അങ്ങ് വിട്ടുകളഞ്ഞു. എനിക്ക് മലയാള ഭാഷയോടുള്ളതായ ഒരു മലയാളം ട്രാൻസ്ലേഷനുള്ളതായ ഈ കൺജങ്ഷൻ, പ്രൊപ്പോസിഷൻ മുതലായ വ്യാകരണത്തിൻ്റെ ചില അത്ര പ്രധാനമുള്ളതാണെന്ന് തോന്നാത്ത പല കാര്യങ്ങൾ മലയാളത്തിൽ വിട്ടുകളഞ്ഞു. ഉദാഹരണം, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ജോൺ 3:16, യോഹന്നാൻ 3:16 എല്ലാവർക്കും അറിയാം. മലയാളത്തിൽ ഉള്ളതിനെക്കാട്ടും അല്പം വ്യത്യാസമായിട്ട് ഒരു
ഫോർ ഗാഡ്സ്, ഫോർ എന്നുള്ളത് ഒരു പദപ്രയോഗം അതിൻ്റെ ആരംഭം എടുത്തിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പദപ്രയോഗമാണ്. ഇവിടെയും ആ സോ എന്നുള്ളതായ പദപ്രയോഗം വിട്ടുകളഞ്ഞു. അത് സോയുടെ പ്രാധാന്യം, അതുകൊണ്ട് എന്നുള്ളതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു നസ്രയത്തിൽ വന്നതിൻ്റെ പശ്ചാത്തലം ഏത് കാരണത്താലാണ് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 16-ാം വാക്യത്തോടു കൂടി 14-ഉം 15-ഓട് ചേർത്ത് വായിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ. 14-ാം വാക്യത്തിൽ ഇതാണ്, അതിനുശേഷം, അതായത് കർത്താവിൻ്റെ പരീക്ഷാ കാലയളവിന് ശേഷം, സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടതിന് ശേഷം യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങി ചെന്നു. അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലെങ്ങും പരന്നു. 15-ാമത്തെ വാക്യം, അവൻ അവരുടെ സിനഗോഗുകളിൽ അല്ലെങ്കിൽ പള്ളികളിൽ ഉപദേശിച്ചു, എല്ലാവരും അവനെ പ്രശംസിച്ചു. അവൻ വളർന്ന നസ്രയത്തിൽ വന്നു. അങ്ങനെ ആ ഒരു മിനിസ്ട്രിയുടെ ഒരു സീരീസാണ്. അവൻ വളർന്ന നസ്രയത്തിൽ വന്നു, ശബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു, അവൻ പുസ്തകം വിടർത്തി. ഈ പുസ്തകം എന്ന് പറയുന്നത് യെശയ്യാ പ്രവചനം തന്നെ രണ്ട് ചുരുളുകളായിട്ടാണ് ഉള്ളത്. അതിൻ്റെ 1 മുതൽ 39 അധ്യായം വരെ ഒരു ചുരുളും 40 മുതൽ 66 വരെ ഇത് രണ്ട് ഒരു പുസ്തകമായിട്ടാണ്. ചില വേദപണ്ഡിതന്മാരും ഒന്ന് യെശയ്യാ 2 യെശയ്യാ എന്നിങ്ങനെ പറയാറുണ്ട്. അത് രണ്ട് പുസ്തകം ഉള്ളതല്ല, രണ്ട് ചുരുളുകളുണ്ട്. ഓക്കെ, ഇതുപോലെയാണ് ചുരുളുകൾ ഇരിക്കുന്നത്. നമ്മൾ സാധാരണ പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ മലയാളത്തിൽ കുത്തിക്കെട്ടിയ ബുക്കിൻ്റെ ആണെന്ന് തോന്നിപ്പോകും. അതങ്ങനെയുള്ളൊരു ബുക്കല്ല. വേദപുസ്തകം നമ്മുടെ മലയാളത്തിലുള്ളതായ ബുക്കുകൾ കുത്തിക്കെട്ടുന്നതിൻ്റെ കൂട്ടിലുള്ള കുത്തിക്കെട്ടുള്ള ഇതുപോലെയാണ് ചുരുളുകൾ ഇരിക്കുന്നത്. അത് ചുരുളുകൾ ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അന്നേ കാലയളവിൽ ഇതിന് വാക്യത്തിന് അധ്യായത്തിനൊന്നും നമ്പറില്ല, വാക്യങ്ങൾക്ക് നമ്പറില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ വളരെ അധികം പരിചയമുള്ള ആളിന് മാത്രമേ സാധിക്കത്തുള്ളൂ. യേശു അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് ദൈവോത്രനായതുകൊണ്ടല്ല, അതിൻ്റെ ചെറുപ്രായം മുതലേ തനിക്ക് ഈ ചുരുളുകൾ തുറന്ന് വായിച്ച് അതിൻ്റെ സ്ഥാനങ്ങളും മറ്റും വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അവർക്ക് ബാർമിറ്റ്സ്വ എന്ന് പറഞ്ഞ 12 വയസ്സ്, സൺ ഓഫ് ദി കവനന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ബാർമിറ്റ്സ്വ 12-ാമത്തെ വയസ്സാകുമ്പോഴത്തേക്ക് ആദ്യത്തെ 5 പുസ്തകം തന്നെ കാണാപ്പാഠം പഠിച്ചിരിക്കണം. അത് കഴിഞ്ഞ ശേഷമാണ് ബാർമിറ്റ്സ്വ വാസ്തവത്തിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എനിക്കാവും യെശയ്യാ പ്രവചനത്തിന്റെ ചുരുള് തനിക്ക് കൊടുത്തു. ആ യേശു കോട്ട് ചെയ്യുന്ന ഭാഗം 18-ാമത്തെ വാക്യമാണ്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എന്നോട് കൂടെയുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. അപ്പോൾ ആ യെശയ്യാ പ്രവചനത്തിൽ 61-ാം അധ്യായത്തിൽ നമുക്കറിയാവുന്ന 61-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 1-2 വാക്യമാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. എന്നാൽ അത് കംപ്ലീറ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. നമ്മൾ തുടർന്ന് നോക്കുന്നതായിരിക്കും. ഈ പ്രസാദവർഷം എന്ന് പറയുന്നത് ഈ കൃപായുഗം അല്ലെങ്കിൽ കൃപയുടെ കാലയളവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് വ്യക്തമായിട്ട് ഓർത്തോണം. പ്രസാദവർഷം, ദി അക്സെപ്റ്റബിൾ ഇയർ ഓഫ് ദി ലോർഡ് എന്നാണ് ഇംഗ്ലീഷിൽ അവിടെ എഴുതിയിരിക്കുന്നത്. കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. ആ സ്ഥലം കണ്ടത് അതിനെക്കുറിച്ച് പ്രസാദകാലത്തെക്കുറിച്ച് കോരിന്ത്യർ ലേഖനത്തിൽ 2 കോരിന്ത്യർ 6:2 പറഞ്ഞിരിക്കുന്ന പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്യുന്നുവല്ലോ. അപ്പോൾ ഈ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്തിരിക്കുന്ന പഴയ നിയമത്തിൽ നിന്ന് ഉള്ള ഒരു ഉദ്ധരണിയാണ്. ആ ഉദ്ധരണി എന്ന് പറഞ്ഞാൽ യെശയ്യാ പ്രവചനം 49:8 യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് ഞാൻ അവിടെ തുടർന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം പ്രസാദകാലം എന്ന് പറയുന്നത് രക്ഷയുടെ ദിവസമാണ്, അഥവാ രക്ഷയുടെ ഒരു കാലയളവ്. ദിവസം എന്ന് പറഞ്ഞാൽ 24 hour 24 മണിക്കൂറിൻ്റെ ദിവസം ആണെന്നല്ല, ആ ഒരു കാലയളവ് ആണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ 1-ാമത്തെ വരവിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ഈ രക്ഷ വിളംബരം ചെയ്യുക മാത്രമല്ല, ആ രക്ഷ ആളുകൾക്ക് അനുഭവിക്കുവാൻ തക്കവണ്ണം തന്നെ അത് ആക്കി കൊടുത്തു അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ,
പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് കൊടുത്തിട്ട് ഇരുന്നു. അപ്പൊ ഈ പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവനിൽ പതിഞ്ഞിരുന്നു. അല്ലെങ്കിൽ മലയാളത്തിൽ അവങ്കൽ എന്നാണ് ഞാൻ കുറച്ചുകൂടെ കേട്ട ഭംഗിയുള്ളത്, അവനിൽ പതിഞ്ഞിരുന്നു. ഈ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് കൊടുത്ത ശുശ്രൂഷക്കാരനാണ് അവിടെ സിനഗോഗിൽ അത് കീപ്പ് ചെയ്യുന്നത്. വായിക്കുന്ന റബി വരാൻ അവിടെ കടന്നു വരുന്നതായ വിസിറ്റിംഗ് റബികൾ, അവർക്ക് ഇത് ഈ ശുശ്രൂഷക്കാരന് അതിൻ്റെ സിനഗോഗിൽ ലീഡറായിട്ടുള്ള ആള് ഈ റബിക്ക് ഇവിടെ യേശുവാണ്, യേശുവിന് കൊടുത്തിട്ട് ഇരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിച്ചു കഴിഞ്ഞു. വായിച്ചപ്പോൾ താൻ എവിടെയായിരുന്നു? ഇരുന്നു എന്ന് പറയുമ്പോൾ വായിച്ചപ്പോൾ താൻ നിൽക്കുകയായിരുന്നു. വായിച്ചു കഴിഞ്ഞതിന് ശേഷം താൻ അവിടെ ഇരുന്നതിന്റെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ, യഹൂദ റബിമാര് അവര് തിരുവചനം പരസ്യമായി വായിക്കുമ്പോൾ യഹൂദ റബിമാർ എഴുന്നേറ്റ് നിൽക്കുകയും പിന്നീട് അവർ ഇരുന്നു കൊണ്ട് പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ അത് അറിഞ്ഞില്ല എങ്കിൽ ഈ എഴുന്നേറ്റ് ഇരുന്നത് എന്താന്ന് നമുക്ക് കൊണ്ടടിച്ചു പോകും. അത് വ്യാഖ്യാനമല്ല, അതിൻ്റെ പശ്ചാത്തലത്തിലുള്ളതായ കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചതേ ഉള്ളൂ. അങ്ങനെ അവൻ വളർന്ന നസ്രത്തിൽ വന്നു, വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ മറ്റു റബിമാർ ചെയ്യുന്നത് പോലെ തന്നെ അവിടെ യേശു എഴുന്നേറ്റ് നിന്ന് യെശയ്യാ പ്രവചനം വായിച്ചു കഴിഞ്ഞതിന് ശേഷം താന് പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് അന്നേരമാണ് ആളുകളുടെ ശ്രദ്ധയെല്ലാം തന്നിലേക്ക് പതിഞ്ഞത്. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം യേശു പറഞ്ഞൊരു പ്രസ്താവന ആണ് നമുക്ക്. അവൻ അവരോട്, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കുന്നതിനാൽ ഈ തിരുവഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. അപ്പൊ യേശു പഠിപ്പിച്ചതായ സംഗതി എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിന്റെ ഒരു നിവർത്തീകരണം. അത് നടന്നത് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ആ തിരുവചനം വായിക്കുന്നതിൽ അത് നിവൃത്തിയായെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, യേശു 61, എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 61-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെ, 61 1 മുതൽ ഭാഗികമായി വായിച്ചുള്ളൂവെങ്കിൽ ഈ തിരുവഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്നെങ്ങനെ പറയാൻ കഴിയും? ഇത് ന്യായമായ ചോദ്യമാണ്. യേശു ആയതുകൊണ്ട് പഴയ നിയമത്തിന്റെ ഭാഗ്യമായിട്ട് വായിച്ചു കഴിഞ്ഞതിന് ശേഷം അത് നിവൃത്തി വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് താൻ പറഞ്ഞതെന്നുള്ളത് മനസ്സിലാക്കണം. അതാണ് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. ഓക്കെ, സന്ദർഭം എന്ന് പറഞ്ഞാൽ യഹൂദ റബിമാർക്ക് ആ കാലയളവിൽ ഈ യെശയ്യാ പ്രവചനം 61-ന്റെ 1 മുതൽ 3 വരെ ഉള്ള ഭാഗങ്ങൾ അവരുടെ വരുവാനുള്ള മശിഹായെക്കുറിച്ചായിരുന്നു എന്ന് അവർ വ്യക്തമായിട്ട് അറിഞ്ഞിരുന്നു. അതവരെ ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പം ജനങ്ങൾക്കും അറിയാം, മറ്റ് റബിമാർക്കും അറിയാം, ഈ യേശു അവിടെ വന്നായ വേളയിൽ അവിടെ നടക്കുന്നതായ സംഭവങ്ങളെല്ലാം ആളുകൾ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്കറിയാം, ഇവാഞ്ചലിസം പഠിച്ച സന്ദർഭത്തിൽ യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദെമോസ്, യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൽ വന്ന് നിക്കോദെമോസ് യെരുശലേമിൽ നിന്ന് വെച്ച് ദൈവം നിന്നോട് കൂടെ ഇല്ല എങ്കിൽ ഈ അത്ഭുതങ്ങൾ സംഭവിക്കാൻ കഴിയുകയില്ല എന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൻഹെദ്രിൻ സംഘം. അപ്പൊ സൻഹെദ്രിൻ സംഘം തന്നെ യേശുവിന്റെ ശുശ്രൂഷകളെ കുറിച്ച് ഒരു നിരീക്ഷണം നടത്തുന്നുണ്ടായിരുന്നു. ഇവിടെ യഹൂദ റബിമാരും ഈ യേശു മശിഹായാണെന്ന് അവർ അറിഞ്ഞിരുന്നു. അത് ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ജനങ്ങൾ അതിശയത്തോടുകൂടെ യേശുവിൽ ദൃഷ്ടി പതിപ്പിച്ചത്. ഓക്കെ, യേശുവിൽ ദൃഷ്ടി പതിപ്പിച്ചതിന്റെ പ്രധാനപ്പെട്ട സംഗതി ഞങ്ങളുടെ മശിഹ ആണ് വന്ന് സംസാരിക്കുന്നത് എന്ന് അവർക്കറിയാം. മറ്റ് റബിമാർക്കും മറ്റും അത് നിരീക്ഷകന്മാർക്കും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വയ്യ. കാരണം അവരുടെ കാൽക്കുലേഷൻ പെട്ട നിലയിലല്ല ഈ റബി വന്നേക്കുന്നത്, യേശു എന്നറായ റബി ഇവിടെ വന്നിരിക്കുന്നത്. യേശു 61-ന്റെ 1 മുതൽ വായിച്ചപ്പോൾ അത് ഭാഗികമായി വായിക്കാനുള്ളതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ തൻ്റെ പരസ്യ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ഭാഗമേ അവിടെ വായിച്ചുള്ളൂ. അതുമായി ചേർച്ചയില്ലാത്തതായ മറ്റു ഭാഗങ്ങൾ, ഇതര ഭാഗങ്ങൾ വായിച്ചതുമില്ല. ഓക്കെ, ആരെങ്കിലും ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഭാഗത്ത് യേശു വായിച്ചപ്പോൾ തൻ്റെ ആ കാലയളവിലുള്ളതായ പരസ്യ ശുശ്രൂഷയുമായുള്ള ബന്ധത്തിലുള്ള കാര്യമേ യേശു വായിച്ചുള്ളൂ. ഓക്കെ, നമുക്ക് തുടർന്ന് നോക്കാം. ഓക്കെ, എളിയവരോട് ഇതാണ് യെശയ്യാ പ്രവചനത്തിന്റെ വാക്യം.
എളിയവരോട് സദൃത്വാനോ അറിയിപ്പാൻ യഹോവ എന്നെ യഹോവ എന്നുള്ള പദപ്രയോഗമാണ് അവിടെ മറ്റെടുത്ത് കർത്താവ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു, ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും. യഹോവയുടെ പ്രസാദ വർഷം, നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസം. ദൈവത്തിന്റെ പ്രതികാര ദിവസത്തെ കുറിച്ച് ഉള്ള കാര്യമൊന്നും യേശു വായിച്ചില്ല. ദുഃഖിതന്മാരെയൊക്കെ ആശ്വസിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ചും വായിച്ചില്ല. സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിനും പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷ്ണു സ്തുതി എന്ന മേലാടി കൊടുക്കുന്ന ഭാഗം ഒന്നും വായിച്ചില്ല. പക്ഷെ അവൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന ഭാഗം മറ്റതുമായി ചേർന്ന് വായിച്ചു. കാര്യം ഈ ഭാഗം എന്ന് പറയുന്നത് ഈ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസ്തുതമാക്കാതെ ആ ഭാഗങ്ങളെല്ലാം വേറെ ഒരു കാലയളവിൽ സംഭവിക്കാനിരിക്കേണ്ടതാണ്. യേശു തന്നെ നിവർത്തിക്കുന്നതാണ് എങ്കിൽ തന്നെയും അത് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുമായി ബന്ധത്തിലുള്ളതായ കാര്യമല്ലാത്തതിനാൽ താൻ അത് ഭാഗികമായി വായിച്ചുള്ളൂ. നമ്മളെ ശരിയായ നിലയിൽ വേദവസ്തു മനസ്സിലാക്കുക, അതാണ് ഹെർമനോറ്റിക്സിന്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ. ഓക്കെ, നാം അറിയേണ്ട ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില നിരീക്ഷണങ്ങൾ കിങ് ജെയിംസ് ബൈബിൾ വായിക്കുന്ന സന്ദർഭത്തിൽ ഇൻ ദ ന്യൂ കിങ് ജെയിംസ് വേർഷൻ, അത് തന്നെ കിങ് ജെയിംസിന്റെ ഒരു കുറച്ചുകൂടി മോഡേണൈസ് ചെയ്ത ഒരു വെർഷനാണ്. Some of the words begin with the capital letters or uppercase in the middle of the sentence. അതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ റൈറ്റിങ്ങിൽ പഴയ നിയമത്തിൽ ഇതൊരു കവിതാ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ആ കവിതാ രീതിയിൽ യെശയ്യാപ്രവചനം 61:1 ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഗാഡ് ഈസ് അപ്പോൺ മീ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അത് ഹൈലൈറ്റ് ചെയ്തത്. രണ്ടാമത്തെ വരിയാണ് ബിക്കോസ് ദ ലോർഡ് ഹാസ് അനോയിന്റഡ് മീ. മൂന്നാമത്തെ വരിയാണ് ടു പ്രീച്ച് ദ ഗുഡ് ടൈഡിങ്സ് ടു ദി പൂർ. നാലാമത്തെ വരിയാണ് ഹി ഹാസ് സെൻഡ് മീ ടു ഹീൽ ദി ബ്രോക്കൺ ഹാർട്ടഡ്. അടുത്ത വരിയാണ് ടു പ്രൊക്ലെയിം ദി ലിബർട്ടി ടു ക്യാപ്റ്റീവ്. അടുത്ത വരിയാണ് ആൻഡ് ദി ഓപ്പണിങ്സ് ഓഫ് ദി പ്രിസൺ ടു ദോസ് ഹു ആർ ബൗണ്ട്. നമ്മൾ കിങ് ജെയിംസ് ബൈബിൾ വായിക്കുന്ന സന്ദർഭത്തിൽ ഇതിൻ്റെയൊക്കെ നടുക്ക് എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ബിക്കോസും ആൻഡും എല്ലാം ക്യാപിറ്റലൈസ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് അതിശയം തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ഗ്രാമറിനെ ക്യാപിറ്റലൈസേഷനും പങ്ക്ച്വേഷനും ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ അന്വേഷിച്ചായ സന്ദർഭത്തിൽ കിട്ടിയ സംഗതി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, ദോസ് ഫ്രേസസ് വിത്ത് ബിക്കോസ്, ടു ആൻഡ് begin with a new line in the original text. The words about God are highlighted in red. Okay, അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മൂലഭാഷയിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്തതല്ല എഴുതിയിരിക്കുന്നത്. അത് ലോർഡ് എന്ന് പറയുന്ന യഹോവയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗമായതുകൊണ്ട് അവിടെ ക്യാപിറ്റൽ എൽ, ക്യാപിറ്റൽ ഒ, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ഡി എന്ന് എഴുതിയിരിക്കുന്നു. പിന്നെ ഗാഡ്, എലോഹിം എന്നുള്ളതായ പദപ്രയോഗമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സ്പിരിറ്റും ലോർഡ് ഗാഡും ഹി ആൻഡ് മീ ആർ അബൌട്ട് ഗാഡ് ഓർ ജെഹോവ. അതുകൊണ്ട് ആണ് അവിടെ എല്ലാം ക്യാപിറ്റലൈസ് ചെയ്തിരിക്കുന്നത്. അത് ജസ്റ്റ് നിങ്ങളുടെ പേഴ്സണൽ അറിവിന് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, ദി ഫ്രേസ് ആ ഭാഗത്ത് ഈ ദോസ് ഹു ആർ ബൗണ്ട് എന്നുള്ളതായ ആ ഫ്രേസ് രണ്ടാമത്തെ ഭാഗത്തിന്റെ എക്സാമ്പിളിന്റെ ഒടുവിലത്തെ മൂന്നാമത്തെ ലൈനിൽ ദോസ് ഹു ആർ ബൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഭാഗം അത് ഇറ്റാലിസൈസ്, ഈ ചരിച്ചെഴുതുന്നതിനാണ് ഇറ്റാലിക്സ് എന്ന് പറയുന്നത്. ഇറ്റാലിസൈസ് ടു ഷോ ദാറ്റ് ആ പദപ്രയോഗം, ആ ഫ്രേസ് മൂലഭാഷയിൽ അവിടെ ഇല്ല. എന്നാൽ അതിന് അർത്ഥമുണ്ടാക്കാൻ വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്ത ആളുകൾ ആ ഫ്രേസ് അവിടെ കൂട്ടിച്ചേർത്തതാണ്. തെറ്റുകൊണ്ടെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ടു ദോസ് ഹു ആർ ബൗണ്ട് എന്നവിടെ കൂട്ടിച്ചേർത്ത് വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അവിടെ ചേർത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ പ്രസാദവർഷം പ്രസംഗിക്കാൻ യേശു 61-ന്റെ 1-2 മാത്രം വായിക്കുവാൻ കാരണം അത് അത്രയും ഭാഗമേ തൻ്റെ ഒന്നാം വരവിൽ പ്രസക്തമായുള്ളൂ. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നേ ഉള്ളൂ, കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷന് വേണ്ടി.
യെശയ്യാ പ്രവചനം 61-ന്റെ 2-3 ഉള്ള വാക്യങ്ങൾ തൻ്റെ രണ്ടാമത്തെ വരവിൽ സംഭവിക്കുന്നതാണ്. ഓക്കെ, അത് വ്യക്തമായിട്ട് യെശയ്യാ 2 തെസ്സലോനിക്കർ 1-ന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, വെളിപ്പാട് പുസ്തകം 19-ന്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം, 2 പേർക്ക് വായിക്കാം. 2 തെസ്സലോനിക്കർ 1-ന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ആദ്യം ഒരാൾ വായിച്ചാട്ടെ. അവൻ സമയത്തിനു മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. 2 തെസ്സലോനിക്കർ 1-ന്റെ 6 മുതൽ 8 വരെയാണോ? അതെ, 2 തെസ്സലോനിക്കർ 2-ന്റെ 6 മുതല്. അവൻ സമയത്തിനു മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നതിന് വഴി നിന്ന് നീങ്ങിപ്പോകുക മാത്രം വേണം. അല്ല, ഒരു സെക്കൻഡ്. അത് തന്നെ മാസ്റ്ററെ, 1-ാം അധ്യായം അല്ല, 6-ാം വാക്യം. കർത്താവായ അതല്ല, യേശു തന്റെ അതല്ല, ശക്തിയുള്ള ദൂതന്മാരുമായി അതല്ല. സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ Yeah, 2 പ്രത്യക്ഷനായി തെസ്സലോനിക്കർ ദൈവത്തെ 1 അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം, അതെ, കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് അതാണ് അവിടെ. പീഡയും ഇത് കർത്താവിന്റെ പീഡ രണ്ടാമത്തെ. അനുഭവിക്കുന്ന നിങ്ങൾക്കും. അത് മതി. ഞാൻ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ നടക്കുന്നതായ സംഭവമാണ്. അതുകൊണ്ടാണ് യേശു യെശയ്യാ പ്രവചനം 61-ന്റെ 1 മുതൽ 3 വരെയുള്ളതായ ഭാഗങ്ങൾ വായിച്ചപ്പോൾ അത് വായിക്കാഞ്ഞത്. വെളിപ്പാട് പുസ്തകം 19-ന്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളുടെ ജസ്റ്റ് വായിച്ചാൽ മതി. അത് സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ള കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന പേര്. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേക രാജമുടികൾ, എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന പേര് പറയുന്നു. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ള കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ അവിടെ മതി. ഞങ്ങൾക്ക് ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ആ മൊത്തം 16 വരെയുള്ള വാക്കുകൾ അവിടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ 2 തെസ്സലോനിക്കർ 1-ന്റെ 6 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളും വെളിപ്പാട് പുസ്തകം 19-ന്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളും യെശയ്യാ പ്രവചനം 61-ന്റെ 2, 3 വാക്യങ്ങൾ അല്ലെങ്കിൽ 3-ാമത്തെ വാക്യം കൂടെ ഒരുമിച്ച് ചേർത്ത് വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വ്യക്തമാകും. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഭാഗം വായിക്കുമ്പോൾ വേദപുസ്തകം വ്യാഖ്യാനിക്കാവുന്ന കാര്യത്തെക്കുറിച്ച്. ഇനി വേറൊരു വിഷയത്തിലേക്ക് നമ്മൾ കടന്നു പോകാം. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ, അവിടെ ഹെർമനേറ്റിക്സ് വായിക്കുന്ന വേളയിൽ അതിനുള്ളതായ ഒരേ കാലയളവിൽ സംഭവിക്കാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 25-ാമത്തെ വാക്യം, യോഹന്നാൻ 5:25, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ. പ്ലീസ്, ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. അത് ഭാവിയിൽ നടക്കുന്നതായ സംഗതിയാണ്. ഇപ്പോൾ വന്നു മരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ നടക്കുന്ന കാര്യമാണ്. അതായത് നായിനിലെ വിധവയുടെ മകന്, യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചത്, ലാസറിനെ ഉയർപ്പിച്ച 3 സംഭവങ്ങൾ മാത്രമേ യേശുവിൻ്റെ ശുശ്രൂഷയുമായുള്ള ബന്ധത്തിൽ അവിടെ നടന്നിട്ടുള്ളൂ. അതുമായിട്ട് ബന്ധത്തിലായിരിക്കാം യേശു പറഞ്ഞത് ഇപ്പോൾ വന്നുമിരിക്കുന്നുവെന്ന്. എന്നാൽ പിന്നീട് നടക്കുവാനിരിക്കുന്നതായ കാര്യത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്.
പിന്നെ മരിച്ചവർ വായിച്ചാട്ടെ. മരിച്ചവർ മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ വന്നുമിരിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ഞാൻ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്തോട്ടെ. മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക ഭാവിയിൽ വരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പോൾ വന്നുമിരിക്കുന്നു പറഞ്ഞാൽ ഇപ്പോൾ വർത്തമാന കാലയളവിൽ, ആ കാലയളവിൽ നടക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, 26-ാമത്തെ വാക്യം. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാർ വരം നൽകിയിരിക്കുന്നു. 27-ാമത്തെ വാക്യം. അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരവും നൽകിയിരിക്കുന്നു. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന ഭാഗം നമുക്ക് വെളിപ്പാട് പുസ്തകം നമുക്ക് പിന്നീട് പഠിപ്പിക്കുന്ന ദേവദാസൻ പഠിപ്പിക്കുമായിരിക്കും. ഇല്ല, വെളിപ്പാട് പുസ്തകത്തിൽ അവിടെ പറഞ്ഞിട്ടുണ്ട് യേശു ക്രിസ്തു ന്യായാധിപതിയാണെന്ന്. വെള്ളസിംഹാസനത്തിൽ ഇരുന്ന് ന്യായം വിധിക്കുന്നതായ അത് മനുഷ്യപുത്രൻ എന്നുള്ളതായ നിലയിൽ ന്യായം വിധിക്കുവാനുള്ളതായ അധികാരം പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് അത് യേശു ഇവിടെ പരസ്യമായിട്ട് പറയുകയാണ്. പിന്നെ 28-ാമത്തെ വാക്യം. ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിലുള്ളവൻ എല്ലാവരും അവന്റെ ശബ്ദം കേട്ടു. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. ഓക്കെ, ഈ ഭാഗം വായിക്കുമ്പോൾ ഇതിൽ ഒരുമിച്ച് നടക്കുന്ന സംഭവമല്ല. വേദപുസ്തകം വായിക്കുന്ന വേളയിൽ ഒരു വാക്യം വായിച്ചതിന് ശേഷം അതെല്ലാം ഒരേ സമയത്ത് നടക്കുന്നതാണെന്ന് പറയരുത്, എന്ന് ചിന്തിക്കരുത്, എന്ന് പഠിപ്പിക്കരുത്. അപ്പൊ ഇതിൽ ആശ്ചര്യപ്പെടരുത്. കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ടു, നന്മ ചെയ്തവർ ജീവനായും. അപ്പോൾ അവിടെ തന്നെ 2 ഗ്രൂപ്പായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കല്ലറകളിലുള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേൾക്കുമെങ്കിലും ഒരു കൂട്ടം ആളുകൾ, നന്മ ചെയ്തവർ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീട്ടിലൊക്കെ പ്രാപിക്കപ്പെട്ട ആളുകൾ. തിന്മ ചെയ്തവർ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ രക്ഷയെ അംഗീകരിക്കാത്ത ഒരു കൂട്ടം ആളുകൾ. അവർക്ക് ഉണ്ടാകുന്ന ന്യായവിധി എന്ന് പറഞ്ഞാൽ ഈ കർത്താവിൻ്റെ നമ്മൾ സാധാരണ പഠിപ്പിക്കുന്ന രീതി അനുസരിച്ച് വെച്ച് റാപ്ചർ, അതങ്ങനെ സഭയുടെ ഉൽപ്രാവണം കഴിഞ്ഞതിന് ശേഷം 7 വർഷത്തെ മഹാപീഡന കാലയളവുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം 1000 വർഷം, ഒരു 1000 ആണ്ട് വാഴ്ചയുടെ കാലയളവുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു നിശ്ചിതമായ ഷോർട്ട് പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഒടുവിൽ നടക്കുന്നതാണ് തിന്മ ചെയ്തവർ ന്യായവിധിക്കായി പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. അപ്പം വളരെ വാസ്റ്റായിട്ടുള്ള ഒരു കാലയളവിനെ കുറിച്ച് ഈ യേശുവിൻ്റെ യോഹന്നാൻ 5:25 മുതൽ 29 വരെയുള്ള ഭാഗങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പം ഈ ഭാഗങ്ങളൊക്കെ വായിക്കുന്നതിനെ വളരെ സൂക്ഷ്മതയോടുകൂടി വായിച്ച് എന്താണ് നടക്കുന്നതെന്ന്, ഏത് കാലയളവിലാണ് നടക്കുന്നത് എന്നും മറ്റും നമുക്ക് വ്യക്തമായിട്ട് ഒരു ബോധവൽക്കരണം നമുക്കുണ്ടാകണം. 28, 29 എന്നീ വാക്യങ്ങൾ യേശു പറഞ്ഞത് 2 ഘട്ടങ്ങളിലായിട്ടാണ്. അത് ഭാവിയിൽ സംഭവിക്കാനുള്ളതുമാണ്. ഓക്കെ, ഇപ്പോൾ വന്നുമിരിക്കുന്നു എന്ന് 29-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞില്ല. ഓക്കെ, നേരത്തെ 25-ാമത്തെ വാക്യത്തിൽ യേശു ഇപ്പോൾ വന്നുമിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ 29-ാമത്തെ വാക്യത്തിൽ ഇപ്പോൾ വന്നുമിരിക്കുന്നു എന്ന് യേശു കൂട്ടിച്ചേർത്തിട്ടില്ല. ഓക്കെ, യോഹന്നാൻ 5:28 കല്ലറകൾ ഉള്ളവരെല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും. അത് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് കോരിന്ത്യർ ലേഖനത്തിൽ 1 കോരിന്ത്യർ 15:51-52 വാക്യങ്ങൾ കാണുന്നത്. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. ഈ ഭാഗം വ്യക്തമായിട്ട് ഓർത്തോണം. ഈ മർമ്മം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമുക്ക് അവിടെ കാണിക്കുന്നുണ്ട്. ആ മർമ്മം എന്ന് പറയുന്നത്, അതിന്റെ അർത്ഥം ഞാൻ പിന്നീട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. ഈ ശവസംസ്കാര ശുശ്രൂഷയിലും മറ്റും എല്ലാ സഭകളിലും വായിക്കുന്ന കൂട്ടത്തിലാണ് അവർ ഈ നാം എല്ലാവരും നിദ്ര കൊള്ളുമെന്ന് പറഞ്ഞാൽ ഈ വായിക്കുന്നവരെല്ലാവരും എന്നാണെന്ന് അവരങ്ങ് അനുമാനിക്കും. വീണ്ടും രക്ഷിക്കപ്പെടാത്തതായ ദൈവമക്കളും അനുമാനിക്കും, മറ്റവരാണെന്നും അനുമാനിക്കും. വാസ്തവത്തിൽ ഇത് പറഞ്ഞിരിക്കുന്നത് രക്ഷിക്കപ്പെട്ട ആളുകളെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. എവിടെയാ പറഞ്ഞേക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 കോരിന്ത്യർ അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ അത് സഭയ്ക്ക് വേണ്ടിയാണ് ലേഖനം എഴുതിയിരിക്കുന്നത്. അപ്പം നാം എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുസ്തകം വായിക്കുന്ന എല്ലാവരെ കുറിച്ചും അല്ല പറഞ്ഞേക്കുന്നത്.
രക്ഷിക്കപ്പെട്ടതായ ദൈവമക്കളെ കുറിച്ചാണ് പറഞ്ഞത്. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടതായ ദൈവമക്കൾ എല്ലാവരും രൂപാന്തരപ്പെടും, അല്ലാത്തവര് രൂപാന്തരപ്പെടത്തില്ല. ആരെങ്കിലും അങ്ങനെ രൂപാന്തരപ്പെടുമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊരു മിഥ്യയുടെ മിഥ്യയിലാണ് അവർ ജീവിക്കുന്നത്. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും, ആ മരിച്ചവർ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ മരിച്ചവരുടെ കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാത്ത ആളുകളെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. വീണ്ടും നാം എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവ മക്കളെ കുറിച്ചാണ്, വിശുദ്ധന്മാരായിട്ടുള്ള ദൈവസഭയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ സുവിശേഷം പറയാൻ പോകുന്ന സന്ദർഭത്തിലാണെങ്കിലും അത് വ്യക്തമാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ആർക്ക് വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത് പറഞ്ഞാൽ, വേദപുസ്തകം എന്ന് പറഞ്ഞാൽ ദൈവമക്കൾക്ക് വേണ്ടി ഉള്ളതായ പുസ്തകമാണ്. അല്ലാത്തവർ ദൈവമക്കളായി തീരുവാൻ ഉപയോഗിക്കാനുള്ള പുസ്തകമാണ് ഈ വേദപുസ്തകം എന്ന് പറഞ്ഞാൽ. ഓക്കെ, മർമ്മം എന്ന് പറയുന്നത് അതിൻ്റെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന മിസ്റ്ററി എന്നാണ്. ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന മൊസ്റ്റോറിയോൺ എന്നുള്ള പദപ്രയോഗമാണ്. ടു മസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായ അടച്ച്, ടു മസ്റ്റർ സംബഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു കൺട്രോൾ ദം. അതുവരെ രഹസ്യമായിരിക്കുന്നതും പ്രത്യേക സാഹചര്യത്തിൽ മാത്രം വെളിപ്പെടുത്തുന്നതുമായ സത്യം, അതാണ് മൊസ്റ്റോറിയോൺ എന്നുള്ളതായ മർമ്മം എന്നുള്ളതായ പദത്തിന്റെ അർത്ഥം. ആ മർമ്മം എന്ന് പറഞ്ഞതിന്റെ കാര്യം, അപ്പോസ്തലനായ പൗലോസ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, യേശു നേരത്തെ തൻ്റെ ശുശ്രൂഷാ വേളയിൽ ഈ പുനരുത്ഥാനത്തെക്കുറിച്ചോ കാഹളം ധരിക്കുന്ന കാര്യത്തെക്കുറിച്ചോ ഒന്നും യേശു പഠിപ്പിച്ചിട്ടില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് അന്ന് അവിടെയുള്ളതായ താൻ പ്രധാനമായിട്ട് ശുശ്രൂഷിച്ചിരുന്നതായ യഹൂദന്മാർക്ക് അവർക്കത് പ്രസക്തമായിട്ടുള്ള സംഗതിയല്ല. ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് അത് പ്രസക്തമാണ്. എന്നാൽ ആ കാലയളവിൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അത് പ്രസക്തമല്ല. മരിച്ചവരുടെ പുനരുത്ഥാനത്തെ പറ്റി യഹൂദന്മാർക്ക് നല്ലതുപോലെ അവർ അറിഞ്ഞിരുന്നു. പഴയ നിയമത്തിലും അവർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. എങ്കിലും ക്രിസ്തുവിലായി തീർന്നവരുടെ എന്ന് പറഞ്ഞാൽ ദൈവസഭയുടെ ഉൽപ്രാവണത്തെക്കുറിച്ച് പൗലോസിന് ദൈവം ആദ്യമായി വെളിപ്പെടുത്തി കൊടുത്തതാണ്. അതുകൊണ്ടാണ് പൗലോസ് അവിടെ ആ മർമ്മം എന്നുള്ളതായ പദപ്രയോഗം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ആ മർമ്മം എന്ന് പറഞ്ഞത് പൗലോസിന് നേരത്തെ വെളിപ്പെടുത്തിയിട്ടുള്ളതല്ല. യേശു ക്രിസ്തു വെളിപ്പെടുത്തിയിട്ടുള്ളതല്ല. യേശു അത് യോഹന്നാൻ സുവിശേഷം 5:25-29 പറയാതിരുന്നതിന്റെ കാരണം അത് തന്നെയാണ്. അതൊരു മർമ്മമായിട്ട് പിന്നീട് ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ പൗലോസിൽ കൂടെ അത് വെളിപ്പെടുത്താൻ വേണ്ടി പിൽക്കാലത്തേക്ക് സൂക്ഷിച്ചു വെച്ചിരുന്നതായ ഒരു ദൈവിക സത്യമാണ് റാപ്ചർ എന്ന് പറയുന്നത്. ചില ആളുകൾ റാപ്ചർ വിശ്വസിക്കാത്ത ആളുകളുണ്ട്. എൻ്റെ കൂടെ ബൈബിൾ സ്കൂളിലും മറ്റും പഠിച്ചിരുന്ന ഒരാൾ, നല്ല വേദപരിജ്ഞാനമുള്ളൊരു വ്യക്തിയാണ്. പിന്നീട് കുറേ ആൾ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, ജോർജ് വർഗീസെ, ഞാൻ അല്പം വ്യത്യസ്തമായിട്ടാണ് ഇപ്പം പഠിപ്പിക്കുന്നത്, മറ്റ് റാപ്ചറിൻ്റെ കാര്യമല്ല. എനിക്ക് മനസ്സിലായി, ഇദ്ദേഹത്തിൻ്റെ ഒരു മനത്തിരിവ്, മാനസാന്തരമല്ല, മനത്തിരിവ് ഉണ്ടായി. ഞാൻ പറഞ്ഞു, ഞാൻ പഠിച്ചിരിക്കുന്നതിൽ നിന്നും നിങ്ങൾക്ക് മഹാപീഡന കാലത്തോട് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിക്കോ, ഞാൻ കർത്താവിൻ്റെ വരവെങ്കിൽ ഞാൻ പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്, ഞാൻ പോയിക്കോളാം. അതുകൊണ്ട് നമ്മൾ തമ്മിൽ പ്രയാസമൊന്നുമില്ല, അതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് വാദിക്കണ്ടെന്ന് പറഞ്ഞ് ഞാനങ്ങ് നിർത്തി. ചില സമയത്ത് വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ പോകാതിരിക്കുക നല്ലത്. കാരണം വാദിച്ച ആരെയും മനസ്സ് തിരിക്കാനൊക്കതല്ല. ഓക്കെ, ഇപ്പം മർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നുള്ളത് അവിടെ മനസ്സിലാക്കുന്നേ ഉള്ളൂ. ഓക്കെ, കർത്താവിൻ്റെ മധ്യാകാശ വരവെങ്കിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് 5:28 പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ മധ്യാകാശ വരവെങ്കിൽ സംഭവിക്കുന്നതാണ് അത്. 1 തെസ്സലോനിക്കർ 4:14-17 ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാം. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ നാം നിദ്ര കൊള്ളുന്നവർ, അതായത് മരിച്ചവരെ, ക്രിസ്തുവിൽ മരിച്ചവരെ യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. അന്നേരം ഈ സമയത്ത് നിദ്ര കൊണ്ടവരെ എല്ലാവരെയും, രക്ഷിക്കപ്പെടാത്തവരെ എല്ലാവരെയും തൻ്റെ കൂടെ കൊണ്ടുപോകത്തില്ല. യേശു ക്രിസ്തുവിൽ മരിച്ചിട്ടുള്ള, അതായത് നിദ്ര പ്രാപിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഈ വെളിപ്പാട് പുസ്തകം 24 അധ്യായത്തില് ന്യായവിധിയുടെ സമയത്തും നിദ്ര എന്നുള്ള പദപ്രയോഗം മരിച്ചവരെ എന്നാണ് പറഞ്ഞേക്കുന്നത്.
ദൈവമക്കളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർക്ക് മരണമില്ല എന്ന്. മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യമരണമില്ല എന്നുള്ളതായ കാരണത്താലാണ് ഇവിടെ നിദ്ര എന്നുള്ള പദപ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത്, ഉറക്കം. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഇതുമായിട്ട് ബന്ധത്തിലുള്ള ഭാഗമാണ് യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തില് യേശു പറഞ്ഞത്. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം, അതായത് നേരത്തെ മരിച്ചുപോയി ക്രിസ്തുവിൽ മരിച്ചിട്ടില്ലാത്ത ആളുകൾ ജീവനോടെ ശേഷിക്കുന്നവരായ ഇന്ന് ഈ കാഹളം ധ്വനിക്കുകയാണെങ്കിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഈ ക്ലാസ്സിന്റെ മധ്യത്തിൽ വെച്ച് ഞാൻ കർത്താവിനോടുകൂടെ ചേരും, നിങ്ങളും എല്ലാവരും അങ്ങനെ കാണും എന്ന് ഞാൻ കർത്താവിൽ പ്രത്യാശിക്കുന്നു. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് എന്നല്ല, അവരോട് ഒരുമിച്ച്, അതായത് മരിച്ച് ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാരുമായിട്ട് ഒരുമിച്ച് ആകാശങ്ങളിൽ, അവിടെ ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ ഒരു റെപ്പറ്റേഷൻ വന്നു, കർത്താവിനെ എതിരേൽപ്പാൻ മേഘത്തിലെടുക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ഇരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം കർത്താവിൽ നിന്ന് വേർപിരിയുന്നതായ ഒരു കാര്യമേ ഇല്ല. നാം കർത്താവിനോടുകൂടെ എപ്പോഴും ആയിരിക്കും. 18-ാമത്തെ വാക്യത്തില് വീണ്ടും മലയാളത്തിൽ വിട്ടുകളഞ്ഞൊരു ഭാഗമുണ്ട് ഈ വചനങ്ങളെ കൊണ്ട്. ആകയാൽ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വരുന്നതിനാൽ, കർത്താവായ യേശുക്രിസ്തു വന്ന് സഭയെ ചേർത്തുകൊള്ളുന്നതിനാൽ നമുക്ക് ഒരു ആശ്വാസമുണ്ട്. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. തെസ്സലോനിക്ക സഭ വളരെ പീഡനത്തിൽ കൂടെ കടന്നു പോവുകയാകുന്നു. ആശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടതായ വേളയിൽ അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ തക്കോണം അപ്പോസ്തലനായ പൗലോസ് എഴുതുന്ന ലേഖനമാണ്. നമ്മളും പരസ്പരം കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറഞ്ഞ് ഒരു ആശ്വാസം നിലനിൽക്കൊടുക്കേണ്ടത് അത് നമുക്ക് പ്രായോഗികമാകട്ടെ. വേറൊരു വിഷയത്തിലേക്ക് കടന്നു പോവുകയാണ്. ഹെർമനറ്റിക്സുമായിട്ട് ബന്ധമുള്ള ചില പദങ്ങളും അവയുടെ നിർവചനങ്ങളും. ഡെഫിനിഷൻസ് ഓഫ് ഹെർമനറ്റിക്സ് ആൻഡ് റിലേറ്റഡ് ടേംസ്. ഒന്നാമത്തെ പദപ്രയോഗം എനിക്കറിയാം, സാജൻ പാസ്റ്റർ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. എക്സജീസസ്. എക്സജീസസ് എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സംഗതി ഒന്നിനകത്തുനിന്ന് കുഴിച്ച് പുറത്തു കൊണ്ടിരുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. എക്സജീസസ്, ദി ഡിറ്റർമിനേഷൻ ഓഫ് ദി മീനിങ് ഓഫ് ദി ബിബ്ലിക്കൽ ടെക്സ്റ്റ് ഇൻ ഇറ്റ്സ് ഹിസ്റ്റോറിക്കൽ ആൻഡ് ലിറ്റററി കോണ്ടെക്സ്റ്റ്. അതാണ് വാസ്തവത്തിലെ എക്സജീസസിന്റെ ഒരു നിർവചനം. ബൈബിൾ ടെക്സ്റ്റിന്റെ അർത്ഥവിശദീകരണങ്ങൾ മൂലഭാഷയിലും അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലും ഗ്രന്ഥരചനാപരമായും എഴുതിയിരിക്കുന്നത് വ്യക്തമായി വിശദീകരിക്കുക. അതാണ് എക്സജീസിസ് നടത്തുന്ന ആളുടെ ദൗത്യം. ഇപ്പൊ ഹെർമനറ്റിക്സ് നടത്തുന്ന ആളുകൾ ബിബ്ലിക്കൽ എക്സജീസിസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം അത് ചെയ്യുവാനായിട്ട്. അപ്പൊ എനിക്ക് മൂലഭാഷ ഗ്രീക്കും ഹീബ്രുവും എല്ലാം അറിയാമെങ്കിൽ നല്ലത്. ഞാൻ ഇതിന് രണ്ടിനും വലിയ പണ്ഡിതനല്ല, നല്ല വർക്കിംഗ് നോളജ് ഉണ്ട്. നല്ല പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഗ്രീക്കുമായിട്ട് ഹീബ്രുമായിട്ടുള്ള റെഫറൻസ് കാര്യങ്ങളൊക്കെ ഉദ്ധരിച്ച് പഠിപ്പിക്കുന്ന അനേക പുസ്തകങ്ങളുണ്ട്. അത് ഇറ്റ്സ് എക്സ്പെൻസീവ് ടു ബൈ ദീസ് ബുക്സ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാത്തിനും ബൈബിൾ ടെക്സ്റ്റുകൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സാധിക്കത്തില്ല. ഏതെങ്കിലും അല്ലാതെ പഠനം നടത്താനൊക്കെ ഒക്കെ നല്ലത് തന്നെ. എക്സജീസസ് ശരിയായി ചെയ്യുന്നതിനൊരു ബൈബിൾ നിഘണ്ടു, ബിബ്ലിക്കൽ ലെക്സിക്കോൺ എന്ന് പറയും. ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ പദത്തിന്റെ അർത്ഥം മാത്രം, മറ്റേത് കുറച്ചുകൂടെ ലെക്സിക്കോൺ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സവിസ്തരമായിട്ട് അതിൻ്റെ അർത്ഥം എഴുതിയിട്ടുണ്ട്. ഈ ജി സുശീലൻ എന്ന് പറഞ്ഞ ഒരു ദേവദാസനുണ്ട്, അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്. ആദ്യത്തെ പുസ്തകം എനിക്കുണ്ട്, ബൈബിൾ ശബ്ദസാഗരം, മലയാളത്തിൽ ഉള്ളതാണ്. നല്ല പുസ്തകമാണ് അർത്ഥം അറിയാനായിട്ട്. നാട്ടിലാണ് പോകുന്നവരോ നാട്ടിലുള്ളവരോ ഒരു ബൈബിൾ ബുക്ക് സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ ബൈബിൾ ശബ്ദസാഗരം, ഇറ്റ്സ് എ ഹാൻഡി ബുക്ക്. അദ്ദേഹത്തിൻ്റെ വേറൊരു പുസ്തകമാണ് ബൈബിൾ ജ്ഞാനഭാഷണം. അത് ഞാൻ വായിച്ചിട്ടില്ല, കണ്ടിട്ടുമില്ല. ഈ പുസ്തകങ്ങൾ എക്സജീസസ് ചെയ്യുമ്പോൾ വാക്കുകളുടെ അർത്ഥം ഗ്രഹിക്കുവാൻ പ്രയോജനമായേക്കും. രണ്ട് പുസ്തകങ്ങൾ പരിചയപ്പെടുത്തിയതേ ഉള്ളൂ.
സാവകാശം ഉണ്ടെങ്കിൽ വായിക്കുക, ഇല്ലെങ്കിൽ ആരെങ്കിലും കരമെടുക്കുകയാണെങ്കിൽ നോക്കുക. ദൈവത്തിന് സ്തോത്രം. ഒരു ചിത്രകലാകാരൻ ഒരു ചിത്രരചനയിൽ അതിനുള്ളതായ എല്ലാ സൂക്ഷ്മ വിശദീകരണങ്ങളും ചെയ്ത ശേഷം അത് പൂർത്തീകരിക്കപ്പെട്ട ചിത്രമായി പ്രദർശിപ്പിക്കാറുണ്ട്. അതിനു മുമ്പ് നമ്മളും അങ്ങനെയാണ് വേണ്ടത്. നമ്മൾ ഇതിനെക്കുറിച്ച് സവിസ്തര പഠനം നടത്തിയതിന് ശേഷം ഇത് മറ്റുള്ളവരോട് പറയുന്നതിന് മുമ്പ് എല്ലാ വിശദീകരണങ്ങളും നമ്മൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ അതിൽ സകല ചെയ്തിട്ടുള്ളതായ സൂക്ഷ്മ വിശദീകരണങ്ങളൊന്നും കാണുന്നവർക്ക് കലാകാരൻ വിശദീകരിക്കില്ല. കാരണം അതുകൊണ്ട് അവർക്ക് അത് മനസ്സിലാകത്തുമില്ല. അതുപോലെയാണ് വേദപുസ്തകം വ്യാഖ്യാനിക്കുന്നവരുടെ ദൗത്യവും. അതിൻ്റെ സകല ഡീറ്റെയിൽസും ഒരു എനിക്ക് വളരെ ഇഷ്ടമാണ് ആർട്ട് വർക്ക്. ഞാൻ ചില സന്ദർഭങ്ങളിൽ ആർട്ട് പെയിൻറ്റിങ്ങും മറ്റും ചെയ്യുന്ന ആളുകൾ അവർ ചെയ്യുന്നത് ഞാൻ വളരെ അതിശയം തോന്നിയിട്ടുണ്ട്. ആദ്യം ഞങ്ങൾ ഇവിടെ ഡാലസിലൊരു മിറക്കിൾ ഓഫ് പെന്റക്കോസ്റ്റ്, അത് നിർഭാഗ്യവശാൽ അത് തീ പിടിച്ച് നഷ്ടപ്പെട്ടു പോയി. വലിയ ഉഗ്രൻ പെയിന്റിംഗ് ആയിരുന്നു. പെന്തക്കോസ്റ്റ് നാളിലെ പരിശുദ്ധാത്മാവ് വരുന്ന ആ ഒരു കാലയളവിനെ കുറിച്ച് ഉള്ള ഒരു വലിയ ഒരു ആർട്ടിന്റെ വലിപ്പം സാധാരണ കെട്ടിടങ്ങളൊന്നും ഉൾക്കൊള്ളാത്ത കാരണത്താൽ ഒരു പണമുള്ള സ്ത്രീ അത് ഉൾക്കൊള്ളാൻ തന്നെ ഒരു കെട്ടിടം ഉണ്ടാക്കി കൊടുത്തു. അതിനകത്ത് അത് അനുഭവിച്ചിരുന്നതായ പെയിന്റിങ്ങിന്റെയും മറ്റും എല്ലാ പഴയ ട്യൂബുകളും അതെല്ലാം ബ്രഷുകളെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതാരും സാധാരണ രീതിയിൽ ആൾക്കാരും പോരില്ല. എനിക്ക് അത് കാണാനുള്ളതായ സാവകാശം ഒരിക്കലുണ്ടായി. ഞാൻ പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട സംഗതി ഒരു ആർട്ടിസ്റ്റിക് പ്രസന്റേഷൻ പോലെയാണ് ഹെർമന്യൂട്ടിക് പ്രസന്റേഷൻ അല്ലെങ്കിൽ എക്സജീസ് നടന്ന ആളുകൾ ചെയ്യുന്നത്. ബിബ്ലിക്കൽ എക്സജീസ് ചെയ്യുന്നയാൾ വേറൊരു ഉദാഹരണമാണ്. ഒരു ക്രിമിനൽ ഡിറ്റക്റ്റീവിനെ പോലെയാണ്. അതിന്റെ ക്രിമിനൽ ഡിറ്റക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 2000 വർഷം പഴക്കമുള്ളതായ 2000-3000 വർഷം നടന്നതായ സംഭവങ്ങൾ അത് ശരിയാണോ ഇല്ലയോ എന്ന് നടത്തണമെന്നുണ്ടെങ്കിൽ വളരെ അധികമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തെങ്കിലൊക്കെ ഉള്ളൂ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ സമയം ഒന്നുണ്ട്. നമുക്കറിയാം 60കളിൽ ഈ മാടത്തരുവി കൊലക്കേസ് എന്ന് പറഞ്ഞ് ഒരു കൊലക്കേസ് നമ്മുടെ നാട്ടിൽ നടന്ന ഒരു കത്തോലിക്ക പുരോഹിതന് മറിയക്കുട്ടി എന്ന് പറഞ്ഞൊരു സ്ത്രീയെ കൊന്നു എന്നുള്ള കാരണത്താൽ അദ്ദേഹത്തിന് ശിക്ഷാവിധി, ക്യാപിറ്റൽ പണിഷ്മെന്റ്, അതായത് അയാളെ തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞ് വിധിച്ചു. ആദ്യം ഇത് വായിച്ചായ വേള കത്തോലിക്കരെയൊക്കെ ഒരുപാട് ആളുകൾ വിമർശിക്കുക അതെല്ലാം ചെയ്തു. പക്ഷെ കത്തോലിക്ക സഭ അത് ആ വിധി അതുപോലെ എടുക്കാതെ ഹൈക്കോടതി പോയി. ഹൈക്കോടതി പോകാനായിട്ട് അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് ഈ ലീഗൽ ആയിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് താല്പര്യമുള്ള കാരണത്താൽ അന്ന് മനോരമയിൽ വരുന്നതായ സന്ദർഭത്തിൻ്റെ മാനുസ്ക്രിപ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആദ്യം മുതൽ അവസാനം വരെ വായിക്കുമായിരുന്നു. ചാരി എന്ന് പറഞ്ഞ വടക്കേ ഇന്ത്യക്കാരൻ, എവിടുത്തുകാരനാന്ന് പറയുന്നത് ഒരു അറ്റേണി, വളരെ പ്രഗത്ഭനായ ഒരു അറ്റേണി, വളരെയധികം ഫീസാണെന്ന് അയാളെ അവിടെ കൊണ്ടുവന്നു. അയാൾ ആ സ്ഥലത്തെല്ലാം പോയി വളരെ വിസ്തരിച്ച് സാക്ഷികളെ എല്ലാം നോക്കിയതിന് ശേഷം അയാൾ കോടതിയിൽ പോയി, ഹൈക്കോടതിയിൽ പോയി കേസ് വാദിച്ചു. ആ പുരോഹിതന് നിരപരാധിയാണ് എന്ന് തെളിയിച്ചു. അയാളെ വെറുതെ വിട്ടു. വാസ്തവത്തിൽ അയാൾ നിരപരാധി തന്നെയായിരുന്നു. വേറൊരാൾ ചെയ്തത് അയാളുടെ മേൽ ഒക്കത്തക്ക നിലയിൽ കുറ്റം കൊണ്ട് ചാർത്തി ചെയ്ത് ഒരു തെറ്റാണ്. ഞാൻ പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട സംഗതി, ആ ക്രിമിനൽ ഡിറ്റക്റ്റീവ്സ്, ആ ഒരു ഡിറ്റക്റ്റീവ് മെന്റാലിറ്റി നമുക്കുണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഒരു ബിബ്ലിക്കൽ എക്സജീസിസ് നടത്തി ഇതിന്റെ പറഞ്ഞിരിക്കുന്നതായ സത്യം, വേദപുസ്തകം ദൈവത്തിന്റെ വചനമാണ്, അത് സത്യമാണ് നമുക്കറിയാം. എന്നാൽ അത് നമ്മൾക്ക് അത് സത്യമാണ് എന്നുള്ളത് കുറച്ചുകൂടെ ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മൾ അന്വേഷണം നടത്തുകയാണ് ഈ എക്സജീസ് ചെയ്യുന്ന ആളുകൾ ചെയ്തത്. 2000 മുതൽ 3500 വരെ വർഷങ്ങൾ പിന്നിട്ട സംഭവങ്ങളെയും അവയിലെ കഥാപാത്രങ്ങളെയും അവർ പറഞ്ഞിട്ടുള്ളതായ കാര്യങ്ങളെയും സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ദൗത്യമാണ് വേദപുസ്തക വ്യാഖ്യാനം ചെയ്യുന്ന വ്യക്തിക്കുള്ളത്. ഞാൻ ഒന്നുകൂടെ അത് ക്രോഡീകരിച്ച് പറഞ്ഞതേ ഉള്ളൂ. രണ്ടാമത്തെ ഒരു സംഗതി, അത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. എക്സജീസസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് അർത്ഥമുള്ളത് പുറത്തു കൊണ്ടുവരിക. ഐസജീസസ് എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ലാത്ത അർത്ഥം കുത്തിച്ചെലുത്തി അർത്ഥം ഉണ്ടാക്കുക.
ഒരുപാട് ആളുകൾ ഈ എക്സസൈസസ് ചെയ്യുന്ന കുറച്ച് പണിയാണ്, വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നതിലൊക്കത്തുള്ളൂ. അതിന് കുറച്ചുകൂടെ വളരെ ഈസിയാണ് ഈ ഐസജീസസ്. നമ്മൾ പെന്തക്കോസ്റ്റൽ പ്രീച്ചേഴ്സ് പല ആൾക്കാരും ദൈവത്തിൻ്റെ ആത്മാവ് എന്നോടൊക്കെ പറഞ്ഞതാണ്. അവിടെ ഇല്ലാത്ത കാര്യവും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയത്തില്ല, നിങ്ങൾക്ക് അങ്ങനെയാണെന്ന് തോന്നിയതാണ്. An interpretation, especially of scripture, that expresses the interpreter's or preacher's own ideas, bias, or the like, rather than the meaning of the text. തിരുവചനത്തിലെ ടെക്സ്റ്റിന്റെ ശരിയായ അർത്ഥം പരിഗണിക്കാതെ സ്വയമായ അർത്ഥമുണ്ടാക്കി അത് പൊടിപ്പും തൊങ്ങലും ചേർത്ത് പറഞ്ഞു കൊടുക്കുക, അതാണ് ഐസജീസസ് നടത്തുന്ന ആൾക്കാർ ചെയ്യുന്നത്. അത് ശരിയായിട്ടുള്ള സംഗതിയല്ല, അതുകൊണ്ട് ആളുകളെ വഴിതെറ്റിക്കും. ഓക്കെ, നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി, തിരുവചനത്തെ വിശകലനം അല്ലെങ്കിൽ എക്സജീസസ് ചെയ്യേണ്ടതിന് പകരം സന്ദർഭം വിട്ട് സ്വന്തം ആശയങ്ങൾ കുത്തിച്ചെലുത്തി അത് ഇന്റർജക്റ്റ് ചെയ്യുക, പ്രഖ്യാപിച്ചാൽ അത് വിശകലനത്തിന് പകരം വിശകലനമായി തീരും. ഒന്നുകൂടെ ഞാൻ വായിക്കാം. തിരുവചനത്തെ വിശകലനം ചെയ്യേണ്ടതിന് പകരം സന്ദർഭം വിട്ട് ആശയങ്ങൾ കുത്തിച്ചേർത്തി വ്യാഖ്യാനിച്ചാൽ അതിന് വിഷകലനം, അത് പോയിസണസ് ആയിട്ട് മാറും. അത് ദൈവമക്കൾക്ക് ആർക്കും യോജിച്ചതല്ല, അതല്ല നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വചനത്തിൽ പറഞ്ഞിരിക്കുന്നതിനോട് കൂട്ടരുത്, കുറയ്ക്കരുതെന്നാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് വേദപുസ്തകം വ്യാഖ്യാനിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ബാധകമാണ്. 2 ഉദാഹരണങ്ങൾ എടുക്കാം. എല്ലാം ഒന്ന് ഭാഗ്യമായിട്ട് പറയാം. നല്ല ശമരിക്കാരൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള, ഞാൻ ചെറുപ്പകാലം മുതലേ കേട്ടിട്ടുള്ള പല പ്രസംഗങ്ങളാണ്. നല്ല ശമരിക്കാരൻ്റെ കഥ, അത് ഉപമയാണെന്ന് അവിടെ കർത്താവ് പറഞ്ഞൊന്നുമില്ല, ഒരു സംഭാവ്യ കഥയാണ്. കഥയിലെ ശമര്യക്കാരൻ യേശുവാണെന്ന് പ്രസംഗിക്കുന്നത് ധാരാളം കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗങ്ങൾ നമ്മൾ സവിസ്തരമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കോസ് 10:25 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. ഓക്കെ, ഇത് രൂപമല്ല, സംഭാവ്യ കഥ എന്ന് പറഞ്ഞാൽ സംഭവിക്കുവാൻ സാധ്യതയുള്ള ഒരു കഥയാണ്. സംഭവിച്ച കഥയല്ല, സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് സംഭാവ്യ കഥ എന്ന് പറയുന്നത്. ഈ കഥ പറയാനുള്ള സന്ദർഭം എന്ന് പറഞ്ഞാൽ, ഈ സന്ദർഭം എന്താണെന്ന് നോക്കാതെ വേദപുസ്തകം വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അർത്ഥങ്ങൾ ഒരുപാടുണ്ടാകും. ഒരു ന്യായശാസ്ത്രി എൻ്റെ 25, അതുകൊണ്ടാണ് ഞാൻ 25 മുതൽ വായിക്കുന്നത്. അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കുവാൻ എന്ത് ചെയ്യണമെന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. യേശുവിൻ്റെ അടുക്കൽ ഒരു കുടുക്ക് ചോദ്യം കൊണ്ടാണ് വന്നേക്കുന്നത്. 2 ചോദ്യങ്ങൾ ചോദിക്കേണ്ടതല്ല. ഒന്നാമത്തെ ചോദ്യമാണിത്, ഗുരു, ഞാൻ നിത്യജീവൻ അവകാശമാക്കുവാൻ എന്ത് ചെയ്യണം? അപ്പൊ യേശുവിൻ്റെ വായിൽ നിന്ന് ഏതെങ്കിലും ഒരു കുടുക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് പിടിക്കാൻ വേണ്ടിയാണ്. അവൻ അഥവാ യേശു അവനോട്, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ ഒരു ചോദ്യം കൊണ്ട് വന്ന് ഞാൻ നിന്നോട് ചോദിക്കട്ടെ എന്നാണ് യേശു പറയുന്നത്. ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എങ്ങനെ വായിക്കുന്നു? എന്ത് എഴുതിയിരിക്കുന്നതും എങ്ങനെ വായിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. യേശു അവനോട് ചോദിക്കുന്നത്, നീ എങ്ങനെയാ വായിക്കുന്നത്? എന്തെഴുതിയിരിക്കുന്നുള്ളത് യേശുവിന് അറിയാം. എങ്ങനെയാ നീ വായിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവൻ അവിടെ വചനത്തിലുള്ളതായ മലയാളത്തിൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു വാക്കാണ് കൂട്ടുകാരൻ. കൂട്ടുകാരൻ എന്നുള്ള വാക്കല്ല, അയൽക്കാരൻ എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൂട്ടുകാരൻ എന്നുള്ളത് ക്രോസ് ചെയ്തിരിക്കുന്നത്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണമെന്നും അയൽക്കാരനെ, ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കൂട്ടുകാരൻ എന്ന് എഴുതിയിരിക്കുന്നത് അല്ല, കൂട്ടുകാരനല്ല, അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നും തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. ഓക്കെ, അത് ആവർത്തനം 6:5. അത് വായിക്കണ്ട, ജസ്റ്റ് റെഫറൻസ് വേണമെങ്കിൽ ഓർത്തിരുന്നാൽ മതി. ആവർത്തനം 6:5, അതിൻ്റെ 10:12, പിന്നെ ലേവ്യ പുസ്തകം 19:18. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്താണ് അവ മറുപടി പറയുന്നത്. ഓക്കെ, നിങ്ങളത് ഒന്നുകൂടെ ഞാൻ പറയാം, അത് വായിക്കണ്ട. ആവർത്തന പുസ്തകത്തിൻ്റെ 6:5, അതിൻ്റെ 10:12, ലേവ്യ പുസ്തകം 19:18, ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്താണ് ഈ ന്യായശാസ്ത്രി മറുപടി പറയുന്നത്. ഓക്കെ, അവനോട് യേശു അവനോട് നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ ജീവിക്കും. യേശു പറയുന്നത്, നീ അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിത്യജീവൻ ഉണ്ടാകുമെന്നല്ല പറഞ്ഞേക്കുന്നത്. നിനക്ക് നിത്യജീവൻ ഉണ്ടാകുന്നതിന് പകരം നിനക്ക് ജീവിക്കേണ്ട ആവശ്യമുണ്ട്. നിനക്ക് ജീവിക്കാൻ വേണ്ടി, നിത്യജീവൻ
ഉണ്ടാകാൻ വേണ്ടിയുള്ള സംഗതിയല്ല പറഞ്ഞേക്കുന്നത്. നിനക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള സംഗതിയാണ് അത് പറഞ്ഞിരിക്കുന്നത്. നിത്യജീവൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിത്യജീവന്റെ ദാതാവായ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഒക്കെയുള്ളൂ. അതാണ് കർത്താവ് പഠിപ്പിച്ചത്. അവൻ തന്നെത്താൻ ഇവിടെ വെച്ച് വീണ്ടും അവൻ സ്മാർട്ടാകാൻ തുടങ്ങുകയാണ്. അവൻ തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട് എൻ്റെ അയൽക്കാരനാർ എന്ന് ചോദിച്ചു. ഇത് അന്നത്തെ യഹൂദന്മാര് സാധാരണ വലിയ ഇതിനെക്കുറിച്ച് ഡിബേറ്റ് പറഞ്ഞ ആരാണ് എൻ്റെ അയൽക്കാരൻ എന്നും മറ്റുമുള്ള വലിയ ഡിബേറ്റ് നടന്ന ചോദ്യമാണ്. എൻ്റെ അയൽക്കാരൻ ആരെന്ന് ചോദിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, അപ്പൊ യേശു ആ ചോദിച്ച ചോദ്യം എന്താണെന്ന് അറിയാമാതെ അത് ഉത്തരം നമുക്ക് വ്യാഖ്യാനിക്കാൻ ഒക്കത്തില്ല. ഓക്കെ, ഒരു വ്യാഖ്യാനം ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എക്സജസിസ് ചെയ്യുന്നതിന് മുമ്പ് ആ വാക്യങ്ങളുടെ അല്ലെങ്കിൽ ആ വേദഭാഗങ്ങളുടെ ആ സന്ദർഭമാണ് 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. അപ്പം കഥ തുടങ്ങുന്നത് 30-ാമത്തെ വാക്യം മുതലാണ്. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ചിട്ട് അർത്ഥപ്രാണനായി വിട്ടിട്ട് കളഞ്ഞു. ഇപ്പം സാധാരണഗതിയിലുള്ള പ്രസംഗത്തില് ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് അന്നേ കാലയളവിൽ യെരുശലേം വളരെ ഉയർന്ന സ്ഥലമാണ്. എരിഹോ എന്ന് പറഞ്ഞ താഴ്വരയിലുള്ളതായ ഒരു സ്ഥലം ആണ്, വളരെ സിറ്റിയാണ്. യെരുശലേമില് ദേവാലയമുണ്ട്, അവിടെ വലിയ തിരക്കുള്ളതായ സിറ്റിയാണ്. അവിടുന്ന് ഈ വളഞ്ഞ വഴിയിൽ കൂടെ യാത്ര ചെയ്ത് എരിഹോവിൽ പോകുന്ന ധാരാളം ആളുകളുണ്ട്. അവരെല്ലാവരും ഒട്ടുമുക്കാലും ആളുകൾ കള്ളന്മാരാൽ പിടിക്കപ്പെടുന്നതാണ്. അതൊരു സർവ്വസാധാരണ സംഭവമാണ്. ഓക്കെ, അവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ചിട്ട് അർത്ഥപ്രാണനായി വിട്ടിട്ട് പോയി കളഞ്ഞു. ഓക്കെ, ആ വഴിയായി യാദൃച്ഛയാ ഒരു പുരോഹിതൻ വന്ന് അയാള് യെരുശലേം ദേവാലയത്തില് ശുശ്രൂഷ ചെയ്തിട്ട് കടന്നു പോകുന്നതാണ്. 6-7 ദിവസം അവിടെ താമസിച്ചതിന് ശേഷം വീണ്ടും താൻ താമസിക്കുന്നതായ എരിഹോ പട്ടണത്തില് പോയി താമസിക്കുവാൻ വേണ്ടി ഉള്ളതായ യാത്രയാണ്. ഓക്കെ, ആ പുരോഹിതൻ വന്ന് അവനെ കണ്ടിട്ട് വഴിമാറിപ്പോയി. വഴിമാറിപ്പോകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാരണങ്ങളാണ്. ഒന്ന്, ഇയാൾ ചിലപ്പം ആക്ട് ചെയ്ത് അയാൾ ചത്തതുപോലെ കിടക്കുകയായിരിക്കും. അടുത്ത് വരുന്നതായ സന്ദർഭത്തിൽ അയാളെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 2, ഇയാൾ വാസ്തവമായിട്ട് മരിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ഒരു മൃതദേഹത്തെ തൊട്ട് കഴിഞ്ഞാൽ പുരോഹിതൻ 7 ദിവസം അശുദ്ധനായിട്ട് മാറിയിരുന്നെങ്കിലേ ഒക്കത്തുള്ളൂ. ഇപ്പൊ 7 ദിവസത്തേക്ക് അയാളുടെ ഉപജീവനത്തിനുള്ളതായ മാർഗം നഷ്ടപ്പെട്ടു. ആ 2 കാരണമായിരിക്കും. 2ഉം ഒരു പരിധി വരെ ജസ്റ്റിഫൈഡാണ്, നീതീകരിക്കപ്പെട്ട സംഗതിയാണ്. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തിലെത്തി. പുരോഹിതന് ചെയ്തില്ല എങ്കിൽ പിന്നീട് ലേവ്യൻ എന്തിനാ ചെയ്യുന്നത്? ലേവ്യൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സഹായിക്കുന്ന ആളാണ്. ആ സ്ഥലത്ത് അവനെ വഴി മാറി കടന്നുപോയി. ഓക്കെ, ഇപ്പം എതിർ വഴി ഈ കിഴക്കുന്ന മനുഷ്യൻ ഒരു വഴിയിലാണ്, അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെയാണ് മറ്റൊരു കടന്നു പോകുന്നത്. ഓക്കെ, ഒരു ശമര്യക്കാരനോ ഇതാണ് ഇതിന്റെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഈ ശമര്യക്കാരൻ എന്ന് പറഞ്ഞ സന്ദർഭത്തില് അന്ന് ഒരു വീഡിയോ ക്യാമറയോ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ഈ ന്യായശാസ്ത്രിയുടെ മുഖത്ത് അവന്റെ വെറുപ്പും എല്ലാം കാണിക്കുമായിരുന്നു. കാരണം ശമര്യക്കാരൻ എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ വെറുക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. അവർ സമ്മിശ്ര ജാതികളാണ്. യഹൂദന്മാരും മറ്റുള്ള പുറജാതിക്കാരും തമ്മിൽ അവരുടെ തെറ്റായിട്ടുള്ള ആരാധനാ സ്ഥലം, തെറ്റായിട്ടുള്ള ഉപദേശം, അവര് ആദ്യത്തെ 5 പുസ്തകങ്ങൾ മാത്രമേ അവർ അംഗീകരിക്കത്തുള്ളൂ. അതിനും അവരുടേതായിട്ട് വെർഷനുണ്ട്. സമേറ്റൻ പെന്ററ്റ്യൂക്ക് എന്ന് പറഞ്ഞൊരു പുസ്തകം, അതേ അവർ വായിക്കത്തുള്ളൂ. അപ്പം എല്ലാ നിലയിലും അവർ ദുരുപദേശക്കാരാണ്, തെറ്റായ ജീവിതം നയിക്കുന്ന ആൾക്കാരാണ്, യഹൂദന്മാർ അംഗീകരിക്കാത്ത ഒരു കൂട്ടമാണ്. അങ്ങനെയുള്ള ഒരു ശമര്യക്കാരൻ ആ വഴി പോകുമ്പോൾ അവന്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലഞ്ഞു. ഓക്കെ, ഇതാണ് യേശുവിന്റെ കഥയുടെ ഒരു സാരാംശം. ഈ ശമര്യക്കാരന് ഈ പുരോഹിതനെക്കാളും ലേവിനേക്കാളും കൂടുതലായിട്ട്
അവിടുന്ന് വഴി വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു ശമര്യക്കാരൻ അവനെ ചെന്ന് തൊട്ട് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അവന് ജീവനുള്ളവനാണെങ്കിൽ അവൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പും. ഒന്ന് ഓർത്ത് നോക്കണം, ഇയാളൊരു ബിസിനസ്സുകാരാണ് അതിലേക്കൂടെ കടന്നു പോകുന്നത്. ഇയാൾക്ക് സ്വന്തമായിട്ടുള്ള വാഹനമുണ്ട്, ഒരു കഴുതയായിരുന്നേക്കാം, അതിലേക്കൂടെ സാധാരണ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അയാൾ വന്ന് യഹൂദനെ തൊട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവൻ സാധാരണ ചെയ്തതിലൊരു നല്ല ഒരു പഴയ ഓർത്തഡോക്സ് യഹൂദനാണെങ്കിൽ നിശ്ചയമായിട്ടും ഈ ഒരു ശമര്യക്കാരനെതിരെ വന്നിട്ട് വസ്ത്രം ദേഹത്ത് വരും കഴിഞ്ഞാൽ വീട്ടിൽ പോയി വസ്ത്രം മാറിയതിനു ശേഷമേ അവർ കുളിച്ചിട്ട് ശേഷമേ പിന്നെ യാത്ര തുടങ്ങത്തുള്ളൂ. അപ്പൊ അത്രമാത്രം അറപ്പ്, തീണ്ടാടനം അത് പാലിച്ചിരുന്ന ഒരു കാലയളവാണ്. അവന്റെ അടുക്കലെത്തി അവന് കണ്ടിട്ട് മനസ്സറിഞ്ഞ് അരുകെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ, അതൊരു കഴുതയായിരുന്നേക്കാം, കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി. അപ്പം വഴിയമ്പലത്തിൽ പോയി താമസിക്കുന്ന ഒരു പതിവുണ്ട്. ആ വഴിയമ്പലത്തിന്റെ ഉടമ ഈ ശമര്യക്കാരന് നന്നായിട്ട് അറിയാവുന്നതാണ്. അവിടെ പുള്ളിക്കാരന് ഒരു അക്കൗണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല ഒരു ധനികനായ ഒരു ശമര്യക്കാരൻ, ഒരു ബിസിനസ്സുകാരനാണ് എന്ന് അനുമാനിക്കുന്നത് യാതൊരു തെറ്റുമില്ല. പോയി രക്ഷ ചെയ്തെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുത്തു എന്നല്ല പറഞ്ഞേക്കുന്നത്. പിറ്റന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇയാൾ രക്ഷിക്കപ്പെടണം എന്നുള്ള സംഗതിയല്ല പറഞ്ഞ്, ഇയാൾക്ക് ആവശ്യமான പ്രൊട്ടക്ഷൻ കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അധികം വല്ലതും ചെലവഴിച്ചു കഴിഞ്ഞാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം. ഇപ്പം ഇയാൾക്ക് ക്രെഡിറ്റ് കാർഡ് ചിലപ്പോൾ കൊടുത്ത് കാണും. നമുക്ക് ഇപ്പോഴത്തെ കാലയളവിൽ വെച്ച് ഇതെല്ലാം എക്സ്ട്രാ ഉണ്ടെങ്കിൽ എൻ്റെ ക്രെഡിറ്റ് കാർഡിൽ ഇട്ടേക്കാനാണ് താൻ പറയുന്നതെന്ന് തോന്നിപ്പോകും. ഓക്കെ, കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ ചോദ്യം ശ്രദ്ധിച്ചോണം. 36-ാമത്തെ വാക്യം, കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവൻ ഈ മൂവരിൽ ആർ അയൽക്കാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു? ന്യായമായ മറുപടി അവൻ പറഞ്ഞായിരുന്നുവെങ്കിൽ പറയേണ്ടത് ശമര്യക്കാരൻ എന്നായിരുന്നു. അതിന് പകരമായിട്ട് അവൻ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ? ന്യായശാസ്ത്രി അവനോട് കരുണ കാണിച്ചവൻ. കാരണം ഇത് വളരെ തന്മയത്വമായിട്ടൊരു മറുപടിയാണ്. എന്താ പറഞ്ഞു? യേശു അവനോട് അവൻ്റെ അടുക്കൽ നിനക്ക് ഇത്രമാത്രം ഹേറ്റഡാണെന്നൊന്നും യേശു ചോദിച്ചൊന്നുമില്ല. യേശു അവനോട് നീയും പോയി അങ്ങനെ ചെയ്യുക. അതാണ് അതിൻ്റെ കഥയുടെ മൊത്തമായിട്ടുള്ള കൺക്ലൂഷൻ. ഓക്കെ, ആദ്യം പറഞ്ഞത് ഞാൻ ഇതെല്ലാം നീ ഇങ്ങനെ ചെയ്താൽ നീ ജീവിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അയാൾക്ക് മനസ്സിലാക്കേണ്ടത് ആരാണ് എൻ്റെ അയൽക്കാരനെന്ന്, അല്ലെങ്കിൽ കൂട്ടുകാരനെന്ന്. നീയും പോയി ഈ ശമര്യക്കാരൻ ചെയ്തതുപോലെ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്ത ഒരു വ്യക്തിക്കാണെങ്കിൽ സഹായം ഏൽപ്പിക്കുക. ഓക്കെ, ശമര്യക്കാരൻ എന്ന് ന്യായശാസ്ത്രി പറയായിരുന്ന ആ പേര് പറഞ്ഞാൽ പോലും അറക്കപ്പെട്ടതായിട്ട് അവർ കരുതിയിരുന്നു. ഓക്കെ, യേശു ശമര്യക്കാരെ ഒരു നല്ല കഥാപാത്രമാക്കിയത് അയാൾക്ക് സ്വീകാര്യമായി കാണുകയില്ല. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ കഥയെ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണെന്ന് ഈ ഭാഗം ഈ സ്ലൈഡ് മുതൽ അടുത്ത ആഴ്ച നമ്മൾ ഇതിന്റെ വിശദീകരണം അല്പം കൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ അത് കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കും. ഈ ഭാഗങ്ങളൊക്കെ വളരെ നന്നായിട്ട് നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഈ ഭാഗം മുതൽ അടുത്ത ആഴ്ച നമ്മൾ ക്ലാസ് എടുക്കുന്ന വേളയിൽ തുടർന്ന് പഠിക്കുന്നതായിരിക്കും. ഐസജീസസ് എന്നുള്ള വിഷയമാണ് നാം ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ തുടർന്ന് പഠിക്കുവാൻ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രിയിലും ദൈവം സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവിന്റെ ദാസനോടും പ്രത്യേക നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. പ്രൈസ് ലോർഡ്. അവസാനമായിട്ട് പ്രിയ അജു തോമസ്, ഇംഗ്ലീഷ് ഓൾസോ ഇഫ് യു ഫീൽ ലൈക്ക് ടു പ്രേ ഇൻ ഇംഗ്ലീഷ്, നോ പ്രോബ്ലം. ബ്രദർ അജു തോമസ് പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ലോർഡ്. അതോ ലിൻസിയാണോ? ഹലോ, കേൾക്കാമോ? കേൾക്കാം. പ്രാർത്ഥിച്ചാട്ടെ. പുറത്താണോ? ഞാൻ ജോലിയില്ല ആക്ച്വലി. എന്നാ പിന്നെ ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, സിസ്റ്റർ ലീല കൃഷ്ണൻ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വലിയവനായ ഞങ്ങളുടെ ദൈവമേ, കരുണാസമ്പന്നനായ ദൈവമേ, അങ്ങനെ ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവ്.
ഹാലേലുയ ഹാലേലുയ കർത്താവേ. അഗാപെ ബൈബിൾ കോളേജിലെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ കോളേജ് ഇത്രയും അനുഗ്രഹമാക്കി തീർത്തതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹാലേലുയ. എല്ലാ പാസ്റ്റർമാരെ അനുഗ്രഹിക്കണമേ, ആസ്വദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്നത്തെ ദിവസം ക്ലാസ് എടുത്ത പാസ്റ്ററെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവെ, ഞങ്ങൾക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ക്ലാസ് എടുത്തതിനായി ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഇന്നത്തെ ക്ലാസ്സുകൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാക്കി തീർക്കുവാനും കർത്താവെ, അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഞങ്ങളത് അനുഗ്രഹപ്പെടുത്താക്കി മാറ്റുവാനും കഴിയുവാൻ ദൈവം അവിടെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലേലുയ ഹാലേലുയ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ലാലുവും ജേക്കബ് പാസ്റ്ററേയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഷാജി കെ ദാനിയൽ പാസ്റ്ററേയും കുടുംബത്തെയും അതുപോലെ എല്ലാ അഡ്മിന്മാരെയും എല്ലാ പാസ്റ്റർമാരെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാ സ്റ്റുഡൻസിനെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലേലുയ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ് അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കിയതിനായി നന്ദി പറയുന്ന കർത്താവെ. ഇനിയുള്ള ക്ലാസ്സുകളും ഞങ്ങൾക്ക് അനുഗ്രഹമുള്ളതാക്കി തീർക്കുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയങ്ങളെ എല്ലാവരെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കും, ആസ്വദിക്കും, പരിപാലിക്കും. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നല്ല പിതാവേ, പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ 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 ആമേൻ. ആമേൻ ആമേൻ. പാസ്റ്റർ ജോർജ് വർഗീസ് സംഘാശീർവാദം പറഞ്ഞാട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ സ്വർഗവും സഹവാസവും കടന്നു വന്നിട്ടുള്ളതായ എല്ലാ ദൈവദാസന്മാരോടും ദൈവമക്കളോടും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ. ദൈവം സഹായിക്കട്ടെ. എല്ലാവർക്കും നന്ദി. കർത്താവിന്റെ ദാസനും ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി. നാളെ വൈകിട്ട് വീണ്ടും കാണാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ആമേൻ. സ്തോത്രം. ആമേൻ.